അപ്പോൾ ഈ ഡയഫ്രം വന്ന് ഇങ്ങനെ ഹാർട്ടിലും ലങ്സിലും ഇങ്ങനെ കുത്തി കയറിയിട്ട് അസഹ്യമായ വേദനയായിരിക്കും, പരിക്കൊന്നുണ്ടാവില്ല. ഒരു ഡോക്ടറോ ആര് പരിശോധിച്ച് കഴിഞ്ഞാലും പരിക്കൊന്നും ദേഹത്തുണ്ടാവില്ല. ഇവരൊരു മേശയുടെ മുകളിൽ ഇങ്ങനെ കയറ്റി നിർത്തിയിട്ട് കൈ ഇങ്ങനെ പൊക്കി പിടിക്കാൻ പറയും. ഇങ്ങനെ മുകളിലേക്ക് പൊന്തി ഇങ്ങനെ പോകും. അപ്പോൾ കറക്റ്റ് ഗരുഡം പോലെ ഇങ്ങനെ കിടന്ന് ആടിക്കൊണ്ടിരിക്കും ഇതിനകത്ത്. അപ്പോൾ ഈ പ്രോസസ്സ് കുറേ കഴിയുമ്പോൾ പറയും, വേണ്ട സാറേ ഞാൻ പറയാം, ഈ ലോകത്ത് നടന്ന മുഴുവൻ കൊലപാതകം ഞാനാ ചെയ്തത്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നിന്നോട് ചോദിച്ചതിന് ഉത്തരം പറ. ഈ ക്രൈംബ്രാഞ്ചിൻ്റെ കേസ് അന്വേഷണത്തിനൊപ്പം തന്നെ പറയേണ്ടതാണ് ക്രൈംബ്രാഞ്ചിൻ്റെ ഈ കുറ്റാന്വേഷണത്തിനുള്ള മുറകളെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് സാർ തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ട്, ഗരുഡം തൂക്കം, ഉരുട്ടി സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ഉപദ്രവിച്ചുകൊണ്ട് അവരിൽ നിന്ന് വിവരം ശേഖരിക്കുന്ന ഒരു രീതി, അതെങ്ങനെയാണ് പ്രത്യേകിച്ച് ഈ ക്രൈംബ്രാഞ്ചിൽ വരുന്നത്? അത് ക്രൈംബ്രാഞ്ച് മാത്രമല്ല, പണ്ട് ലോക്കൽ പോലീസും എല്ലാം ഒരു കാലഘട്ടത്തിൽ ഈ രാജൻ കേസ് 75-76 കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പുള്ള ഒരു പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും മോഷണമായിരുന്നു ഏറ്റവും വലിയൊരു കുറ്റം. ഒരുപാട് മോഷ്ടാക്കളുണ്ടായിരുന്നു ആ കാലത്ത്. അപ്പോൾ മോഷണം തെളിയിക്കാൻ വേറെ വഴിയൊന്നുമില്ല. കാരണം പൂട്ടി കിടക്കുന്നൊരു വീട്ടിൽ നിന്ന് ഒരു സാധനം അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അയാളത് ചെയ്തതെന്ന് പറയാനായിട്ട് തൊണ്ടി കിട്ടണം. അതിന് സാക്ഷിയില്ല, ഒന്നുമില്ല, കള്ളം പറയൂല. അപ്പോഴാണ് സാധാരണ നിലയ്ക്ക് ഈ മൂന്നാം മുറയൊക്കെ ക്രൈംബ്രാഞ്ചിൽ മാത്രമായിട്ടല്ല, പക്ഷേ കുപ്രസിദ്ധി നേടിയത് ക്രൈംബ്രാഞ്ചാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗരുഡൻ തൂക്കം എന്നൊക്കെയുള്ളതാണ് ഏറ്റവും കൂടുതൽ പ്രായോഗികമായിട്ട്. ഇന്നും ഇപ്പോൾ ഒരു 5 വയസ്സായ ഒരു കൊച്ചിനെ ഒരാൾ തട്ടിക്കൊണ്ടുപോയി, കുട്ടീനെ കാണാനില്ല എന്ന് പറഞ്ഞു. അത് ഇയാൾ റേപ്പ് ചെയ്തതെന്ന് സംശയമുണ്ട്, റേപ്പ് ചെയ്ത് കുഴിച്ചിട്ടു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് എവിടെയാണ് കുഴിച്ചിട്ടെന്ന് അവൻ പറയാത്തടത്തോളം കാലം ആ കേസിൻ്റെ നിലനിൽക്കില്ല, കിട്ടില്ല. അപ്പോഴൊക്കെ ഇപ്പോഴും ഒരു പരിധി വരെ സ്വന്തം റിസ്കിൽ ഗരുഡൻ തൂക്കൊക്കെ ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് ഗരുഡൻ തൂക്കത്തിൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 രീതിയിലാണ് അത് ചെയ്യുക. നമ്മളൊക്കെ സർവീസിൽ കയറുന്ന കാലത്താണ് ഇതിനെക്കുറിച്ചൊക്കെ കണ്ടിട്ടുള്ളത്. നമ്മൾ ഈ പ്രൊബേഷൻ പീരീഡിലൊക്കെ ഈ 2 കൈകൾ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് അതിൽ തുണി കൊണ്ട് ഇങ്ങനെ കെട്ടുക, അല്ലെങ്കിൽ ഹാൻഡ് ഒരു സാധാരണ കർച്ചീഫ് നല്ല തുണി കൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ട് അതിൻ്റെ മുകളിലൊരു ഹുക്ക് ഉണ്ടാവും. ആ ഹുക്കിൻ്റെ ഇടയിൽ കൂടെ ആ ഒരു കയറ്, നല്ല ബലമുള്ള കയറ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് അങ്ങനെയുള്ള പിന്നെ ജനലും മുളിക്ക് എന്തെങ്കിലും വലിച്ചു കെട്ടിയിട്ട് ഇവരൊരു മേശയുടെ മുകളിൽ ഇങ്ങനെ കയറ്റി നിർത്തിയിട്ട് കൈ ഇങ്ങനെ പൊക്കി പിടിക്കാൻ പറയും. ഇങ്ങനെയുണ്ട്. ഇതാണ് കൂടുതൽ എഫക്റ്റീവായിട്ടുള്ളത്. ബാക്കിലേക്ക് കെട്ടിയിട്ടാണെങ്കിൽ ഇങ്ങനെ പൊന്തിപ്പോവും. അപ്പോഴാണ് ഇങ്ങനെ അവ കുറച്ച് കഴിയുമ്പോൾ ഈ മേശയോട് മാറ്റും. അപ്പോൾ ആകാശത്തായി, കാരണം ആ സപ്പോർട്ട് പോയി, താഴെയുള്ള സപ്പോർട്ട് പോയില്ല, മേശയുടെ മുകളിൽ കയറിയിരിക്കുന്നത്. അപ്പോൾ അവർ നിവൃത്തിയില്ലാണ്ടാവുമ്പോൾ ഈ കൈ പിന്നി കെട്ടിയത് ഇങ്ങനെ മുകളിലേക്ക് പൊന്തി ഇങ്ങനെ പോകും. അപ്പോഴാണ് കറക്റ്റ് ഗരുഡം പോലെ ഇങ്ങനെ കിടന്ന് ആടിക്കൊണ്ടിരിക്കും ഇതിനകത്ത്. അപ്പോൾ ഈ ഡയഫ്രം വന്ന് ഇങ്ങനെ ഹാർട്ടിലും ലങ്സിലും ഇങ്ങനെ കുത്തി കയറിയിട്ട് അസഹ്യമായ വേദനയായിരിക്കും, പരിക്കൊന്നുണ്ടാവില്ല. ഒരു ഡോക്ടറോ ആര് പരിശോധിച്ച് കഴിഞ്ഞാലും പരിക്കൊന്നും ദേഹത്തുണ്ടാവില്ല. അതാണ് അത് മേധയുടെ ഉപയോഗിക്കാനല്ല. അതവിടെ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിട്ട് ഇവിടെ താഴെ പോലീസുകാരൻ ഒരു കടലാസും ഫയലും പിടിച്ച് മിണ്ടാണ്ടിരിക്കുകയുള്ളൂ. കാരണം ഒരു 3 മിനിറ്റ് 5 മിനിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ടൈമായി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ വേർത്തിങ്ങനെ വരാൻ തുടങ്ങുന്നതോടുകൂടി അവൻ പറയും, മേശ വയ്ക്കി സാറേ ഞാൻ പറയാം. അപ്പോൾ മേശ വയ്ക്കും, കുറച്ച് പറയും, കുറേ കഴിയുമ്പോൾ അവൻ വീണ്ടും സ്കിപ്പ് ചെയ്യും, അപ്പോൾ വീണ്ടും മേശ മാറ്റും. ഈ പ്രോസസ്സ് കുറേ കഴിയുമ്പോൾ പറയും, വേണ്ട സാറേ ഞാൻ പറയാം, ഈ ലോകത്ത് നടന്ന മുഴുവൻ കൊലപാതകം ഞാനാ ചെയ്തത്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നിന്നോട് ചോദിച്ചതിന് ഉത്തരം പറ. അതിലെന്തുണ്ടായി നീ പറയണം, ഞങ്ങൾ പറയില്ല. നീ കൊന്നതാണെന്നുണ്ടെങ്കിൽ ആ കൊന്ന കത്തി എവിടെയാണ്, എന്തിനാണ് കൊന്നത്, എന്താണ് വൈരാഗ്യം, ഇങ്ങനെ ചോദിച്ച് എടുക്കുന്ന ഒരു രീതി അത് എല്ലാ സ്റ്റേറ്റിലും ഉണ്ടായിരുന്നു. തമിഴ്നാട്, കോയമ്പത്തൂർ ക്രൈംബ്രാഞ്ചിൻ്റെ ഇവിടെയൊക്കെ വലിയ നീണ്ട ബീമിട്ടിട്ട് ബീമ 5-8 ആളുകൾ എടുക്കുന്നുണ്ടാവും ഗരുഡന്മാർ. അതിൻ്റെ താഴെ വരെ പോലീസുകാർ ഇരിക്കുന്നുണ്ടാവും ക്രൈംസ്. ഈവൻ ഗോവ പോലീസിൻ്റെ ഒരു കാലഘട്ടത്തിൽ സ്റ്റേഷൻ പ്രോപ്പർട്ടി ആയിട്ട് കപ്പിയും കയറും ഉണ്ടായിരുന്നു. ഇത് കെട്ടാനുള്ള കപ്പിയും കയറും സ്റ്റേഷൻ പ്രോപ്പർട്ടി ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു കാലഘട്ടം. ഇന്നിപ്പോൾ അതിനൊന്നും സാധാരണ നൽകി, കാരണം എന്തെങ്കിലും വന്നാൽ അയാൾ തന്നെ പെടും, അയാൾ തന്നെ വക്കീലിനെ വെച്ച് അയാളുടെ കുടുംബം പോവും, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെയാണ് ഉരുട്ടൽ. ഇപ്പോൾ ഈ പൂജപ്പുരയിലൊക്കെ ഇവിടെ തിരുവനന്തപുരത്തൊക്കെ ഉണ്ടായ ആ കേസ്, ഉദയകുമാർ കൊലക്കെട്ട് കേസ്, രാജൻ കേസിൽ, അതൊക്കെ ഈ പണ്ട് ഈ പോലീസ് സ്റ്റേഷനുകളിൽ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു റൂൾ തടിയുണ്ട്, മരത്തിൻ്റെ ഇങ്ങനെയുള്ളത്. ഈ സ്കെയിലിന് പകരം എളുപ്പമാണ്. പണ്ട് ഒരുപാട് വരയ്ക്കണമല്ലോ ഇതിനകത്തൊക്കെ. അപ്പോൾ ഇതാണ് റൈറ്റർമാരെ ഒരു സാധനം ഉണ്ടാവും. അതെല്ലാം പോലീസ് സ്റ്റേഷൻ ഉണ്ടാവും. അത്യാവശ്യം നീളമുള്ള നല്ല കനമുള്ള ഒരു ഇതാണ്, റോളർ പോലെ ഇരിക്കുന്നതാണ്. അത് ഒരു മേശയുടെ ഒരു ബെഞ്ചിൻ്റെ അറ്റത്ത് നേരെ മലത്തി കെടുത്തിയിട്ട് കാലിൻ്റെ പെരുവരൽ മരിക്കുമ്പോൾ കെട്ടണ പോലെ തുണി കൊണ്ട് ഇങ്ങനെ കൂട്ടിക്കെട്ടി ബെഞ്ചിൻ്റെ അടി കൂടെ കൈ താഴേക്ക് കൊണ്ടുപോയി ഈ 2 കൈകളും വിലങ്ങോ അല്ലെങ്കിൽ തുണി കൊണ്ടോ കെട്ടിയിട്ട് സ്ട്രെയിറ്റാക്കി നിർത്തി ഒരു പോലീസുകാരൻ ഇപ്പുറത്ത്, ഒരു പോലീസുകാർ ഇപ്പുറത്ത് നിന്ന്
ഈ തുടരെ ഈ സ്റ്റാർട്ടിങ് തൊട്ട് ഇവിടം വരെ അമർത്തി ഉരുട്ടുക. അമർത്തി ഉരുട്ടുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ പേശിയാണത്. അത് ഉടയുമ്പോൾ അസാമാന്യ വേദന ഉണ്ടാവും. അതൊരു കുറേ റൗണ്ടാണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ മാറ്റി നിർത്തും. പിറ്റേ ദിവസം 24 മണിക്കൂർ കഴിഞ്ഞാൽ ഇത് മുഴുവൻ നീര് വയ്ക്കും. ഈ തുട മസിൽ മുഴുവനും പൊട്ടിയിട്ട് നീര് വയ്ക്കും. പിന്നെ അവിടെ റൂൾ തടി വെക്കേണ്ട ഒരു ഈർക്കിൽ വെച്ച് കഴിഞ്ഞാൽ താടി ആകാശത്ത് വരും, വേദന സഹിക്കാൻ പറ്റാണ്ട്. അപ്പോൾ അത് കയ്യബദ്ധം പറ്റിപ്പോയതെന്നാണ് പറയുക രാജൻ കേസിലൊക്കെ. അത് ഇവിടെ തൊള്ളായിരോടെ വയ്ക്കുന്നതിന് പകരം കുറച്ചും കൂടി മുകളിലേക്ക് അറിയാണ്ട് കയറിപ്പോയെന്നും ജനറ്റിക് ഇതിലൊക്കെ പ്രസ്സായിപ്പോയി എന്നൊക്കെയാണ് അന്ന് കേട്ടിട്ടുള്ളത്. ഞാൻ പോലീസിൽ കേൾക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെയാണ് ഉരുട്ടൽ. ഇത് രണ്ടും ഒരുമാതിരി ഇന്ത്യയിലൊക്കെ ഒരുമാതിരി സ്റ്റേറ്റിലൊക്കെ പോലീസ് നിവൃത്തിയില്ലാത്ത ക്രൈംസിലൊക്കെ വരുമ്പോൾ ചെയ്യാറുണ്ട്. അതുപോലെ മറ്റൊരു സംഭവം, ഞാൻ അതിനകത്ത് നേരിട്ട് വലിയ കേസ് അന്വേഷണം നടത്തിയിട്ടില്ല, പക്ഷേ എൻ്റെ ഒരു പ്രൈമറി നോളജിൽ വന്നിട്ടുള്ളൊരു കാര്യമാണ്. തൃശ്ശൂർ ജില്ലയിലെ ഒരു തീരദേശ മേഖലയിൽ ഒരു വലിയൊരു കോടീശ്വരൻ്റെ ഒരു വീട്, അതിനോട് ചേർന്ന് ഒരു വലിയൊരു ഹാള് പണിയാണ്. കല്യാണ മണ്ഡപം അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്ന ഇതിൽ വലിയൊരു പ്രോജക്റ്റ്, വലിയൊരു ലക്ഷങ്ങളുടെ ഒരു പ്രോജക്റ്റ്, വലിയ പണി നടക്കുകയാണ്. ആ പണിക്ക് ഒരുപാട് തൊഴിലാളികൾ വന്നിട്ടുണ്ട്. അത് അന്ന് ബംഗാളികളൊന്നും വന്നു തുടങ്ങിയില്ല, മലയാളികളാണ് എല്ലാവരും. അപ്പോൾ ഒരു ദിവസം ആ കൂട്ടത്തിൽ ഒരു പയ്യൻ, ഈ അശേരിപ്പണി പോലുള്ള പണികളുണ്ട്, മറ്റേ എല്ലാ പണിയിലുണ്ട് അതിനകത്ത്. അപ്പോൾ ഒരു 25 വയസ്സ് പയ്യൻ എന്ന് പറഞ്ഞാൽ അവൻ ഒരുപാട് സുന്ദരനാണ്. അവൻ അന്നത്തെ സ്റ്റൈലിൽ തന്നെ ഈ തലമുടിയൊക്കെ നീട്ടി വളർത്തി നീണ്ട മൂക്കൊക്കെ ആയിട്ട് ഒരു ഹിന്ദി ഫിലിം സ്റ്റാർ ലുക്കാണ് അവനെ കാണാനായിട്ട്. അപ്പോൾ അവനടക്കം ഈ പണിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ പണി നടക്കുന്നതിൻ്റെ അപ്പുറത്താണ് ഈ കോടീശ്വരൻ്റെ വീട്. അയാൾ വലിയ പെട്രോൾ പമ്പ് അതിൻ്റെ അപ്പുറത്തുണ്ട്. അയാൾ വലിയൊരു കേരളത്തിലെ തന്നെ ഇന്ത്യയിലെ തന്നെ വലിയൊരു ബിസിനസ്സുകാരനാണ്. അപ്പോൾ അയാളുടെ മകളാണോ മരുമകളാണോ എനിക്കറിയില്ല, അവിടെ മുറ്റത്ത് തോട്ടം നനയ്ക്കാനും മറ്റും കാര്യം വരുമ്പോൾ ഇവർ തമ്മിൽ ഐ കോണ്ടാക്റ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കണം. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അറിയുന്നത് വെച്ചാൽ ഇവർ തമ്മിൽ ഭയങ്കര ബന്ധമാണെന്നും ഇവനെങ്ങനെയോ രാത്രി അവിടെ ചെല്ലുന്നുണ്ടെന്നും ഇവർ തമ്മിൽ ഫിസിക്കൽ കോണ്ടാക്റ്റ് ഉണ്ടെന്നും ഒരു ഭയങ്കര വാർത്ത അവരുടെ അവിടെ എത്തി. അപ്പോൾ അവർ വലിയ ഓർത്തഡോക്സ് നല്ല യാഥാസ്ഥികരായിട്ട് ചിന്തിക്കുന്ന പഴയ കാശുകാരാണ്. അവർക്കത് സഹിക്കാവുന്നതിനും താങ്ങാവുന്നതിനും അപ്പുറമാണ്. അപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ ഇവനെങ്ങനെ ഫിനിഷ് ചെയ്യാം, നേരത്തെ പറഞ്ഞ പോലെയാണ്, ആരും അറിയാതെ എങ്ങനെ ഇവനെ ഇല്ലാണ്ടാക്കാം. അവർ പല വഴികൾ ആലോചിച്ചിട്ട് അവർ കണ്ടൊരു വഴി എന്താണെന്ന് വെച്ചാൽ, ഇതിന് 2-3 സ്റ്റെപ്പിൽ പണി നടക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ താഴെ ഇരുന്നിട്ടുള്ള എന്തോ മരപ്പണി മറ്റൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ടീമുണ്ട്, അതിൻ്റെ മുകളിൽ ഇതൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കൂടെയുള്ള 2-3 ആളുകളെ അവർ ഒരു ടീമിന് ഒരു കൊട്ടേഷൻ കൊടുത്തു ഇവന് കൊല്ലാനായിട്ട്. ആ 2-3 ആളുകളെ വലിയ കാശ് കൊടുത്ത്, അതായത് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത വലിയ കാശ് കൊടുത്ത് 3 ആളെ വാടകയ്ക്ക് എടുത്തിട്ട് ഒരു പെരുന്തച്ചൻ ഓപ്പറേഷൻ ചെയ്തു. പെരുന്തച്ചനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മകനായാലും തന്നേലും കൂടുതൽ മിടുക്ക് കാണിച്ചു കഴിഞ്ഞാൽ മുകളിൽ നിന്ന് ഉളി കറക്റ്റ് തലയിൽക്കിടും. അതാണ് പെരുന്തച്ചൻ്റെ രീതി. എന്ന് പറഞ്ഞ പോലെ ഇയാൾ ഇവിടെ ഇരുന്ന് താഴെ ഒരു ഉച്ചയ്ക്ക് മുമ്പായിട്ട് അവിടെ ഇരുന്ന് പണിയുടെ സമയത്ത് മുകളിൽ കുറേ ബീമുകൾ കൊണ്ടുവച്ചിട്ടുണ്ട്, പണിയാനുള്ള ബീമുകൾ. അത് കറക്റ്റ് തള്ളി ഇവൻ്റെ തലയിലേക്ക് ഇട്ടു. അതിൽ അമർന്ന് മരിച്ചുപോയി. സ്വാഭാവികമായിട്ടും കേസുണ്ട്, എന്താണ് ഒരു അസ്വാഭാവിക മരണം, അതിൻ്റെ മുകളിൽ സ്ലിപ്പ് ഇങ്ങനെ ചെയ്ത് താഴേക്ക് വീണതാണെന്ന്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് പതുക്കെ പൊന്തി വരാൻ തുടങ്ങി ഇവരിൽ നിന്ന് തന്നെ. അപ്പോൾ അത് ഇവർ ഹൈക്കോടതിയിൽ അതിനകത്തൊരു രാഷ്ട്രീയ പാർട്ടി അതിനകത്ത് ഇടപെട്ടു. ഇവൻ്റെ മതപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി. അവർ ഇവരടുത്ത് ചെന്ന് സംസാരിച്ചു, മുതലാളിമാരടുത്ത് സംസാരിച്ചു. അവർ വലിയ ബാർഗെയിൻ ചെയ്തു, കാശിന് ബാർഗെയിൻ ചെയ്തു. അവർ നിഷേധിച്ചു, ഞങ്ങൾക്കിങ്ങനെ ഒരു സംഭവം അറിയില്ല, ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു. അവർ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ച് അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ തടം പറഞ്ഞു. അതായത് വലിയൊരു കാശ് കൊടുത്ത് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളെ വിലക്കെടുത്തു. ഇവൻ്റെ വീട്ടുകാർക്ക് അന്നത്തെ 10 ലക്ഷം രൂപയും, ഒരു 10-15 കൊല്ലം മുമ്പാണ്, 10 ലക്ഷം രൂപയും ഒരു നല്ല അടിപൊളി വീടും പണിത് കൊടുക്കാമെന്ന് പറഞ്ഞു. അവരോട് പറഞ്ഞ് കൊന്നൊന്നുമല്ല, ഞങ്ങൾക്കൊരു കയ്യബദ്ധം പറ്റി, നിങ്ങളുടെ കുഞ്ഞുമോനല്ലേ പോയത്, അതുകൊണ്ട് എന്ന് പറഞ്ഞു.